പക്ഷെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേര് റേഷൻ കാർഡിൽ നിന്ന് കൂടി വെട്ടിയിട്ടുണ്ടാവില്ലേ, നമ്മൾ വെട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് വെട്ടിയിട്ട് ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള സുഖത്തിലിരിക്കുക നമ്മൾ. ഏതാ ഫാമിലി? ഫാമിലി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഉമ്മയാണ്, രണ്ടാമത്തത് ഉപ്പയാണ്. ഒരു ഭാര്യനോട് പാത്തുമ്മ അജിൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞ് വരും പരിപാടി. ഇമ്മാനോട് 1000 വട്ടം നിങ്ങളിൻ്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ്. മുറിയാത്ത ബന്ധം വേറെ ഏതാ ഉള്ളത്? ഭാര്യനോട് ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ കഴിഞ്ഞു. എന്നാൽ ഉമ്മാനോട് 1000 വട്ടം പറഞ്ഞാലും ഉമ്മ തന്നെ ആയിരിക്കും. മുറിയാത്ത ബന്ധത്തെക്കുറിച്ച് നമുക്ക് എന്ത് കാഴ്ചപ്പാടുണ്ട്? അതാണ് ഉമ്മ എന്ന് പറയണത്, അതാണ് വാപ്പ എന്ന് പറയണത്. അതുകൊണ്ട് ഫാമിലിയുടെ വൃത്തം ഒന്നും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ വരക്കണം. ലേശം കൂടി അപ്പുറത്ത് കൂടിയേ പേരൻ്റെ പിന്നാമ്പുറത്ത് കൂടി ഇങ്ങനെ വരച്ചിട്ട് ഉഷാറാക്കിയിട്ട് വരക്കണം. നമ്മൾ പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നുണ്ട്. വിജയിക്കാൻ വേണ്ടി പറ്റണം. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് പലതാണ്. അല്ലാഹു തആല എല്ലാവരെയും ഒരേ മാതിരിയൊന്നും ആക്കൂല. എവിടെയാണോ നമ്മളെ എത്തിച്ചത് അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം. അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം. വിദേശത്തൊക്കെ നമ്മൾ വരുമ്പോൾ പ്രയാസമില്ലാതെ ആൾക്കാർക്കൊന്നും പറയാനില്ല. അല്ലെങ്കിലും പ്രയാസമില്ലാത്തവനല്ലാതെ ഇവിടെ ഒന്നും നിൽക്കില്ലല്ലോ. അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രയാസങ്ങൾ ഉണ്ടാവണം. ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഉമ്മയുണ്ട്, വാപ്പുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്, പെങ്ങന്മാരെ കെട്ടിക്കാണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരാൾ അവരായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഔലിയാവാൻ വേണ്ടി കിതാബും വായിച്ച് ഉത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയൊന്നല്ല. അവൻ്റെ വിലായത്ത് എന്ന് പറഞ്ഞത് ഈ കുട്ടികളെയും മക്കളെയും ഭാര്യനെയും ഉമ്മാനെയും ജ്യേഷ്ഠാനുജന്മാരെയും നോക്കുന്നതിനാണ് വിലായത്ത്. അമ്പിയാക്കളൊക്കെ അങ്ങനെയായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, തീർച്ചയായും എൻ്റെ ചര്യയിൽപ്പെട്ടതാകുന്നു നിക്കാഹ്. അതുകൊണ്ട് എൻ്റെ ചര്യയെ ഹയാത്താക്കണമെന്ന് ഉദ്ദേശിക്കുന്നവൻ വിവാഹം കഴിക്കട്ടെ. ഫഇന്ന മിൻ സുന്നത്തി അന്നിക്കാഹ്, എൻ്റെ ചര്യയിൽപ്പെട്ടതാകുന്നു നിക്കാഹ്. കല്യാണത്തിന് നമ്മൾ പോകുന്നത് പലപ്പോഴും കുറ്റം മുടക്കാനും കേടു തീർക്കാനുമാണ്. അതന്നെ നമ്മളെ കുട്ടികളെ കേൾപ്പിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട്, പോകാതിരുന്നാൽ ഓനെന്താ തോന്നാന്ന് കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഓനൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ പോകും. ദീനിൻ്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്തിന് പോയില്ലെങ്കിൽ അള്ളാഹുവിനെന്താ തോന്നുക എന്ന് നമ്മളാരും ആലോചിക്കാറില്ല. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ബാത്റൂം കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അള്ളാൻ്റെ റസൂലിന് എന്താ തോന്നുക എന്ന് നമ്മളാരും ആലോചിക്കലില്ല. രാവിലെ എഴുന്നേറ്റുകൊണ്ട് വീട് വൃത്തിയാക്കുമ്പോൾ 2 വിരുന്നുകാർ വരാനുണ്ട്, അവർക്കെന്താ തോന്നുക എന്നാണ് കരുതാറുള്ളത്. വൃത്തിയാക്കൽ ഈമാൻ്റെ ഭാഗമാണല്ലോ. വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ അള്ളാഹുവിനെന്താ തോന്നുകയെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറായാൽ കുട്ടികൾ മാറും. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു അത്രേ, അള്ളാഹുവേ റബ്ബുൽ ഇസ്സത്തേ, നീ എനിക്ക് ഗുണം ചെയ്തതുപോലെ എൻ്റെ മക്കൾക്കും ഗുണം ചെയ്യണമേ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു ദാവൂദ് നബിയെ വഹിയറിയിച്ചു, ദാവൂദേ, നിങ്ങൾ എന്നോട് എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ നിങ്ങളുടെ മക്കളും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ആയിട്ടുള്ളത് അങ്ങനെ നിങ്ങളുടെ മക്കൾക്കുമായിക്കൊള്ളാം. നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദാവൂദ് നബിക്ക് ഒരിക്കൽ അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ, നീ എനിക്ക് ഗുണം ചെയ്തതുപോലെ എൻ്റെ മക്കൾക്കും ഗുണം ചെയ്യണമേ. അള്ളാഹു തആല ദാവൂദ് നബിയെ വഹി അറിയിച്ചു, ദാവൂദേ, നിങ്ങൾ എന്നോട് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അവരോടും ആകാൻ പറയുക, എന്നാൽ നിങ്ങൾക്ക് ചെയ്തതുപോലെ ഞാൻ അവർക്കും ചെയ്തു കൊള്ളാം. പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ,
ഞാനിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ എൻ്റെ കുട്ടികളും ആയാൽ സ്വർഗത്തിൽ പോകുമെന്നെനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തേണ്ടത്. അപ്പോൾ കുട്ടികൾ നന്നാവണമെങ്കിൽ വാപ്പാരിലാണ് ആദ്യം മാറ്റമുണ്ടാവേണ്ടത് എന്നർത്ഥം. എനിക്ക് തോന്നണെന്ത്, എൻ്റെ കുട്ടി ഇപ്പം എൻ്റെ മാതിരി ആകുകയാണെങ്കിൽ ഓൻ സ്വർഗത്ത് പോകുമെന്ന് തോന്നണം. ആ അവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ കഴിയുമ്പോഴാണ് എൻ്റെ കുട്ടികളും നല്ലവരായിത്തീരുന്നത് എന്നർത്ഥം. സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ആദ്യമായി മാതാപിതാക്കൾ നന്നാവാൻ തയ്യാറാവണം. സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി വളർത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ പ്രയാസമനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്കൊരിക്കൽ തൻ്റെ 2 പെൺമക്കൾ വിവാഹമോചിതനായി കടന്നു വന്ന ഒരു രംഗം സീറത്തുൽ ഹലബിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂലഹബിൻ്റെ 2 മക്കളായ ഉത്ബത്തും ഉത്തൈബത്തുമാണ് പുണ്യ നബിയുടെ 2 മക്കളായ റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തിരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ ദഅവത്ത് തുടങ്ങിയപ്പോൾ ദേഷ്യം വന്ന അബൂലഹബ് തൻ്റെ 2 മക്കളെയും വിളിച്ചുകൊണ്ട് മരുമക്കളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നബി തങ്ങളുടെ 2 മക്കൾ ഒരേ സമയം വീട്ടിലേക്ക് കയറി വരുന്ന ഒരു രംഗം. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ. 2 പെൺകുട്ടികൾ ഒരേ സമയം വിവാഹമോചിതരായി വീട്ടിലേക്ക് കയറി വരുന്ന രംഗം അനുഭവിച്ച ആളാണ് മുഹമ്മദ് നബി. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരൾ പോലെ സംരക്ഷിച്ചു. ഫാത്തിമത്തു ബിൽഗത്തും മിന്നി എന്നും ഹദീസിലുണ്ട്, ഫാത്തിമത്തു ഖിത്അത്തു കബിദി എന്നും ഹദീസിലുണ്ട്. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയിട്ട് ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് ശുപാർശ പറയുക എന്നാലോചിച്ചപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ശുബാഹത്ത് ചെയ്യുമെന്ന് സഹാബികൾ പറഞ്ഞു. നബി തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദിൻ്റെ മകനാണ് ഉസാമ. പുണ്യ നബിയുടെ മടിയിലിരുന്ന് വളർന്ന കുട്ടിയാണ് എന്നർത്ഥം. ഉസാമത്തിനോട് പോയിട്ട് എല്ലാവരും പറഞ്ഞു, ഉസാമ നിങ്ങളൊന്ന് പോയിട്ട് പറയണം നബിനോട്, മഖ്സൂമിയ ഗോത്രം എന്നാൽ ഈ രാജ്യത്തെ ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട തറവാടാണ്, നാട്ടുകാർക്ക് മൊത്തം മോശമാണ്. മഖ്സൂമിയ ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയുടെ കൈ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉസാമക്കും തോന്നി അത് തരക്കടില്ലല്ലോ, ഒന്ന് പോയി പറഞ്ഞു നോക്കാലോ എന്ന് തോന്നിയിട്ട് ഉസാമത്ത് ബിൻ സെയ്ദ് നബിൻ്റെ അടുത്ത് വന്നു. ഉസാമത്ത് ബിൻ സെയ്ദ് നബിയുടെ അടുക്കൽ വന്നു. പുണ്യ നബിയോട്, നബിയേ, മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് കളവ് നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതശ്ഫൗലി ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് ഒരു ശിക്ഷ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിലാണോ ഉസാമ നീ എന്നോട് ശുപാർശ പറയുന്നത്? ലൗ അന്ന ഫാത്തിമ ബിന്തു മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുന്നതാണെന്ന് ത്വഹ നബി. സംഗതി നമ്മളെ കുട്ടികൾ തന്നെയാണ്, പക്ഷേ എത്രത്തോളം ആവാം എന്നതിൽ നിന്ന് കിട്ടും. എത്രത്തോളം ആവാം എന്നതിൽ നിന്ന് കിട്ടും. നമുക്ക് നമ്മളെ കുട്ടി ഏറ്റവും വലുത് തന്നെയാണ്. ലൗ അന്ന ഫാത്തിമ ബിന്തു മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ മുറിക്കും. ആലോചിക്കണേ,
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയല്ലേ, വലുതാവുമ്പോൾ നേരെയിക്കോളും എന്ന് നമ്മൾ പറയും. ചെറിയ കുട്ടിയല്ലേ, വലുതാവുമ്പോൾ നേരെയിക്കോളും. ഇപ്പോൾ ഒരു മുറിപ്പാവാടിട്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല, വലുതാവുമ്പോൾ നേരെയിക്കോളുമല്ലോ. അത് ഫാത്തിമയാണ് കട്ടതെങ്കിലും വലുതാവുമ്പോൾ നേരെയിക്കോളും എന്ന് ഞാൻ വെക്കൂല. കയ്യിൻ്റെ വിരലാണ്ട് കൊത്തുന്നർത്ഥം. വിരലല്ല, കൈ മുഴുവനും തന്നെ ഞാൻ മുറിച്ചു കളയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനാൻ്റെ കുട്ടികളാണെങ്കിൽ തന്നെ എത്രത്തോളമാവാമെന്നും എത്രത്തോളമാവാൻ പറ്റില്ല എന്നും ഈ സംഭവം നമ്മളെ അറിയിക്കുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരെ കുട്ടികളൊന്നുമല്ല ചരിത്രത്തിൽ വലിയ വലിയ ആൾക്കാരായി മാറിയത്. പലപ്പോഴും ഉമ്മാർ നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിലെ വലിയ മനുഷ്യന്മാർ. വാപ്പാർ നോക്കിയത് പോലും അല്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാനുൽ ഫറൂഖ് എന്നു പേരായ മാലിക് ഇമാമിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയതാണ്. ചെറുപ്പത്തിൽ നാട് വിട്ടുപോയി. ഉമ്മ നോക്കി കുട്ടിയെ വളർത്തിയിട്ട് അബ്ദുറഹ്മാനുൽ ഫറൂഖ് തിരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധമായ ഹറം പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന കുട്ടിയാക്കി ഉമ്മ മാലിക് ഇമാമിനെ മാറ്റിയിട്ടുണ്ട്. ജന്മനാ കണ്ണു കാണാത്തയാളായിരുന്നു സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഉമ്മ ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് അള്ളാഹുവിൻ്റെ ദുനിയാവ് മുഴുവൻ 2 പ്രാവശ്യം കറങ്ങാൻ മാത്രം ഇൽമിൻ്റെ വഴിയിൽ മഹാനവറുകൾ സഞ്ചരിക്കുകയും 40,000 ഹദീസ് പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഹദീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി. ഭൂമിയിലെ ഏറ്റവും നല്ല വെള്ളം സംസം വെള്ളമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു എന്ന രഹസ്യമാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് മക്കൾ നന്നാവുക എന്നതിൽ ഉമ്മാക്കും വാപ്പാക്കും വലിയ പങ്കുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. വലിയ വലിയ നേതാക്കളുടെ മക്കളൊന്നുമല്ല നേതാക്കന്മാരായത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളുകളെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും അവരുടെ മാതാപിതാക്കൾ അടിമകളായിരുന്നു എന്ന് കാണാം. പല പ്രധാനപ്പെട്ട സൂഫികളുടെ ലോകത്ത് ഏറ്റവും പ്രസിദ്ധനായ ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവും പിതാവും അടിമയായിരുന്നു. ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായ അബ്ദുല്ലാഹി ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവും പിതാവും അടിമയായിരുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വാപ്പ അബൂ സാലിഹ് ഒരു തോട്ടത്തിൽ അടിമയായി ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളിയായിരുന്നു. സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെടുകയും ഉമ്മ നോക്കി വളർത്തുകയും ചെയ്തതായിരുന്നു. ഇങ്ങനെ നമ്മൾ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും പിതാക്കളില്ലാത്തവരാണ് വലിയ മഹത്തുക്കളായത്. പലപ്പോഴും മാതാപിതാക്കൾ 2 പേരും അടിമകളായവരാണ് വലിയ മഹത്തുക്കളായത്. അങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് കുട്ടികൾ എന്താവണം എന്താവണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. വലിയ പങ്കുണ്ട്, ചെറിയ പങ്കൊന്നല്ല. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കാതെ കിട്ടിയതാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കാതെ ഇപ്പോൾ വേണ്ടാന്ന് കരുതിയിരുന്നു. 2 കൊല്ലം മതിയെന്നൊക്കെ 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെപ്പോൾ തന്നാൽ വാങ്ങല്ലാതെ എന്താ ചെയ്യുക? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ ആദ്യം പറഞ്ഞാൽ മതി. എവിടെ ചെന്നാലും ഉസ്താദെ പെൺകുട്ടിനെ കെട്ടിക്കാനായിട്ടുണ്ട് ദോരക്കണം ഇട്ടോ എന്ന് പറയും. ഒരു 18 കൊല്ലം മുമ്പ് അനക്കൊരു പെൺകുട്ടി ഉണ്ടായ സമയത്ത് ഒരു മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ
18 കൊല്ലം കഴിയുമ്പോൾ രണ്ടാമത്തൊരു അൽഹംദുലില്ലാ പറയാൻ അള്ളാഹു അവസരം തരും. ലഇൻ ശക്കർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. നിങ്ങളെനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർധനവ് തരാമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി ചെയ്താൽ നന്ദി ചെയ്യാനുള്ള അവസരം വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. നന്ദി കേട് ചെയ്താലോ എൻ്റെ ശിക്ഷ കഠോരമാണെന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്നത് വലിയൊരു സങ്കല്പമാണ്. കുട്ടികളെല്ലാവർക്കും ഇഷ്ടമല്ലോ. കുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. സംഗതി ഇപ്പം നിങ്ങൾ ബാക്കിൽ നിന്ന് കുട്ടികളിങ്ങനെ ഒച്ചുണ്ടാക്കുമ്പോൾ നോക്കുന്നുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് നോക്കുന്നത്. കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്. ഫിറഔന് വരെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഫിറഔന് ഇങ്ങനെ മൂസാ നബിനെ ഇങ്ങനെ താലോലിക്കും. ഒരു ദിവസം താടി പിടിച്ചിട്ടൊരു വലിയാണ് കൊടുത്തു. അപ്പോൾ ഫിറഔന് തോന്നി ഇബൻ തന്നെയാണ് എൻ്റെ രാജാധികാരം കളയുന്ന ആൾ, അപ്പോൾ വാള് ഊരി വെട്ടുക. അപ്പോൾ ആസ്യാബി വന്നിട്ട് പറഞ്ഞു, വെട്ടണ്ട, ചെറിയൊരു കുട്ടിയല്ലേ, രാജാധികാരം കളിയാണെങ്കിൽ കളയണ അന്ന് വെട്ടിയാൽ പോരെ. അപ്പോൾ തന്നെ എന്തിനാ അത് ഇജ്ജ് പറഞ്ഞതൊരു കാര്യമാണല്ലോ പറഞ്ഞു. കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്. എന്തേ കാരണം? കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാവാൻ കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നതാണ്. സ്വർഗത്തിലുള്ള സാധനത്തിനോട് നമുക്ക് ഇഷ്ടം തോന്നുക. പാമ്പിനെ നമുക്ക് ഇഷ്ടമല്ല, എന്തേ? പാമ്പ് സ്വർഗത്തിലില്ല. തേളിനെ നമ്മൾക്കാർക്കും ഇഷ്ടമല്ല, എന്തേ കാരണം? തേള് സ്വർഗത്തിലില്ല. പനനീർ പൂവ് എല്ലാവർക്കും ഇഷ്ടമാണ്, എന്തേ കാരണം? പനനീർ പൂവ് സ്വർഗത്തിലുണ്ട്. ഊത് എല്ലാവർക്കും ഇഷ്ടം, എന്തേ കാരണം? ഊത് സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ളതാണ് നമുക്ക് ഇഷ്ടം ഉണ്ടാകുക. കുട്ടികൾ സ്വർഗത്തിലുണ്ട്. ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. പക്ഷെ സ്വർഗത്തിലുള്ള കുട്ടികൾ ഇവിടുന്ന് ചെല്ലണ കുട്ടികളല്ല. ഇവിടുന്ന് ചെല്ലണ കുട്ടികളെല്ലാവരും യുവാക്കളായിട്ട് 33 വയസ്സുകാരായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ഒറ്റ ചെറിയ കുട്ടി ഉണ്ടാവില്ല. അവിടെ ചെറിയ കുട്ടിയുണ്ട്. യത്തൂഫ് അലൈഹിം വിൽദാനും മുഖല്ലദൂനാണ്. കാലാകാലം സ്വർഗത്തിലേക്കായി സംവിധാനിച്ചിട്ടുള്ള കുട്ടികളാണ് സ്വർഗത്തിലുള്ള കുട്ടികൾ. ഇവിടുന്ന് ചെല്ലണവരല്ല. കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാവാനുള്ള കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ടായി എന്നത് തന്നെയാണ്. പാട്ടെല്ലാവർക്കും ഇഷ്ടമാണ്. എന്തേ കാരണം? പാട്ട് സ്വർഗത്തിലുണ്ട്. അതന്നെ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒക്കെ പാട്ട് പാടലാണ്. ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒക്കെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം വരും. പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും, മിമ്പർ. എന്നിട്ട് ദാവൂദ് നബി അതിലിങ്ങനെ കയറിക്കും. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് സ്വർഗമാഗമാനം ഇളകി മറിയുന്നതാണെന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളുമായി ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടറബി വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. പുണ്യനബി പറഞ്ഞു, നാം, അതെ, ഞങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ട്. ആ കാട്ടറബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെയായി ആരെയും ചുംബിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ അള്ളാഹു റഹ്മത്തിനെ ഇട്ടുതരാത്തതിന് ഞാനെന്തു ചെയ്യാനാ? നിന്റെ കൽബിൽ അള്ളാഹു റഹ്മത്തിനെ ഇട്ടുതരാത്തതിന് ഞാനെന്തു ചെയ്യാനാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുട്ടികൾ നമ്മളെ വലിയൊരു സമ്പത്താണ്. സ്വർഗത്തിലുള്ളതാണ് കുട്ടികൾ. അവർ നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം, നന്നാവാൻ വേണ്ടി പ്രവർത്തിക്കണം. 1 ഇൽമ് പഠിപ്പിക്കുക, 2 അദബ് പഠിപ്പിക്കുക. കുട്ടികളെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ഇൽമ്, പിന്നെ പഠിപ്പിക്കേണ്ടത് അദബ്. തിരിച്ചും പറയാം, ആദ്യം പഠിപ്പിക്കേണ്ടത് അദബ്, പിന്നെ പഠിപ്പിക്കേണ്ടത് ഇൽമ്.
ഇൽമ് നാഫി ആകുമ്പോൾ അത് അദബായിട്ട് മാറും. നിറകുടം തുളുമ്പൂല എന്ന് നമ്മൾ കേൾക്കലുണ്ടല്ലോ. കുടം പകുതിയാവുമ്പോഴാണ് തുളുമ്പുക, നിറഞ്ഞാൽ പിന്നെ തുളുമ്പൂല. ഒരിക്കൽ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുള്ളയുടെയും കയ്യും പിടിച്ചിട്ട് പള്ളിയേക്ക് വരികയാണ്, മദീനത്തെ പള്ളിക്ക്. മക്കളെ കുട്ടികൾ വർത്തമാനം പറയില്ലടാ, ഒരു യാനബിയൻ ചെല്ലുക കുട്ടികളും ഉണ്ടായിരിക്കാൻ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു സംഭവം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ? ഉമർ റളിയല്ലാഹു അൻഹു കുട്ടീൻ്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ വന്നു പള്ളിയേക്ക്, അബ്ദുള്ള എന്ന കുട്ടീൻ്റെ, മദീനത്തെ പള്ളിയിൽ. അങ്ങനെ കുട്ടികളെ കണ്ടപ്പോൾ നബി തങ്ങൾക്കൊരു ആശയം തോന്നി, ഒരു കടങ്കഥ ചോദിക്കാൻ തോന്നി. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഞാനൊരു കടങ്കഥ ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയുമെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഒരു കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയാൻ. നിങ്ങൾക്ക് അറിയണ സംഭവം തന്നെയാണ്, ഞാനൊരു പോയിൻ്റ് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയണേ. ഒരു കമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിൽ എല്ലാവരും ഇങ്ങനെ കാട്ടിലേക്ക് ആലോചിച്ചു, വ്യത്യസ്തമായ മരങ്ങൾ എങ്ങനെ ആലോചിച്ചിട്ടും എല്ലാ മരത്തിലും കമ്പും ചുള്ളിയുണ്ട്. അപ്പോൾ അല്ലാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഈത്തപ്പന മരമാകുന്നു എന്ന് പറഞ്ഞു. സദസ്സൊക്കെ പിരിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാനോട് പറഞ്ഞു, വാപ്പാ എനിക്കതറിയായിരുന്നു പറഞ്ഞു. കൊമ്പും ചുള്ളിയില്ലാത്ത മരത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് എനിക്കറിയായിരുന്നു, ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ എന്തെടാ ഇജ്ജത് പറയാഞ്ഞത്? ഇജ്ജതാണ് പറയുകയാണെങ്കിൽ ഈ വാപ്പാക്ക് എന്തൊരു അഭിമാനീകാരം, ഞാൻ കുപ്പായൊക്കെ ഒന്നുകൂടി നേരാക്കി ഇടുമായിരുന്നു എന്ന അർത്ഥം വരുന്ന പ്രയോഗം ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, വാപ്പാ എൻ്റെ വാപ്പങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അത് പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. പിറ്റേ ദിവസം വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നലെ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. സദസ്സ് വിട്ടുപിരിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ പുന്നാരമോൻ എന്നോട്, വാപ്പാ അതിൻ്റെ ഉത്തരം എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവനോട്, മോനെ നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ, നിൻ്റെ വാപ്പയായിരിക്കുന്ന നിങ്ങളും സിദ്ദീഖുൽ അക്ബറും ഇരിക്കുന്ന സദസ്സിൽ ഞാനത് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയതിനാലാണ് പറയാതിരുന്നതെന്ന് എൻ്റെ മകൻ പറഞ്ഞു. ഇത് കേട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചു. ചിരിച്ചു പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പാസ്സാക്കി. ചിരിച്ചു എന്ന് പറഞ്ഞാൽ പാസ്സാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിച്ചത്, നല്ലോണം ശ്രദ്ധിക്കണേ, വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിച്ചത് ഇതിൻ്റെ ഉത്തരം ആർക്കാണ് അറിയുക എന്ന് നോക്കാനല്ല, അദബ് എന്നാൽ എന്താണെന്ന് ഉമർ ഖത്താബിനെ പഠിപ്പിക്കാനാണ് എന്ന്. ആരെ പഠിപ്പിക്കണത്? സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അദബ് എന്നാൽ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറയേണ്ടത്, എവിടെയാ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെന്നോട് ദേഷ്യപ്പെട്ടാലും വിരോധമല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൾഫ് ജീവിതവും ഗൾഫ് സംസ്കാരവും
അദബ് കൂട്ടാനല്ല ഉപകരിച്ചിട്ടുള്ളത്, അദബ് കുറക്കാനാണ് എന്ന് പലപ്പോഴും നമ്മൾ ഹൈറുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അദബുകേടായി പലപ്പോഴും പോകാറുണ്ട്. മൗലിദ് ഓതുന്ന സദസ്സിൽക്കൊക്കെ ഗൾഫ് ഫാമിലിയുടെ കുട്ടികൾ ഒരു മടിയും കൂടാതെ കടന്നു വരാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കണ്ണേറ് തട്ടുക എന്നൊരു ഭയെങ്കിലും നമുക്ക് ആവശ്യമാണ്. നമ്മളെ കുട്ടികളെ നമ്മളല്ലാതെ വേറെ ആരും നോക്കാനില്ലല്ലോ. കണ്ണേറ് എന്ന് പറഞ്ഞാൽ വേറൊരാളതാവണമെന്നില്ല, അവനാൻ്റെ കണ്ണ് അവനാന് പറ്റും. അൽ ഐനു ഹഖുൻ ഹബീബുനാ റസൂലുള്ളാഹി, കണ്ണ് എന്ന് പറയുന്നത് സത്യമാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണ് എനിക്കെന്നെ തട്ടും. ഞാൻ ഇപ്പം അത്യാവശ്യം തിരക്കടില്ലാന്ന് തോന്നിയാൽ പിറ്റേന്ന് മുതൽ ബാക്കിക്കാവും. വേറെ ആളതൊന്നും തട്ടണമെന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ തന്നെ തട്ടും. അതുകൊണ്ട് ആ ഒരു ഭയമെങ്കിലും നമുക്കുണ്ടാവണം എന്ന് സാന്ദർഭികമായി ഞാൻ പറയാണ്. പലപ്പോഴും പല അദബുകേടുകൾ ചെയ്യാറുണ്ട്. ദുആൻ്റെ മജ്ലിസിലേക്കൊക്കെ നമുക്കൊരുപാട് ന്യായം പറയാൻ പറ്റും, അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയും. പെരുന്നാൾക്ക് പള്ളിയൊക്കെ കുട്ടികളെ കൊണ്ടുവരും, പെരുന്നാൾക്ക് പള്ളിയെ കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ടോ ഓല് നിസ്കരിക്കണതിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഹറമിൽ മാത്രം അതിന് അഫുണ്ട് എന്ന് പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാത്തൊരു സ്ഥലത്തും നിസ്കരിക്കണതിന് മുമ്പ് കൂടെ നടക്കാൻ അഫുണ്ട് എന്ന് തോന്നുന്നില്ല. തരക്കടില്ല നമ്മൾ മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പുറത്ത് കയറിയിരുന്നു എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അത് നബി തങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്താണ്. നിഫ്രത്തുണ്ടാക്കുന്ന പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം അതിന് ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും ശരി. ചില ആൾക്കാർ ഫോൺ ചെയ്യുന്ന കേട്ടാൽ വേറുള്ളവർക്കൊക്കെ വെറുപ്പാവും. AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറിയിട്ട് ഈ തലക്കുന്ന ആ തലവരെ കേൾക്കും എന്തെങ്കിലും പറഞ്ഞാൽ, എന്നിട്ട് ഭാര്യനോട് സ്വകാര്യം പറയണം. നമ്മളെ ഈ ഫോണിൻ്റെ മൈക്രോഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കപ്പാസിറ്റി ഉള്ളതാണ്. അത് വളരെ പതുക്കെ പറഞ്ഞാൽ തന്നെ നന്നായിട്ട് അത് എടുക്കുന്നുണ്ട് സാധനം. പിന്നെ അതിന് ഒച്ചടേണ്ട വല്ല കാര്യമുണ്ടോ? അദബുകേട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ ഫോൺ എടുത്തിട്ട് പറയുന്ന എല്ലാ സംസാരങ്ങളും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമ പഠിപ്പിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അദബ് പഠിപ്പിക്കുക എന്നത്. ഇൽമ പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അദബ് പഠിപ്പിക്കൽ. ഒരു വാപ്പ തൻ്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഒരധ്യായമുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ഒരു മനുഷ്യൻ തൻ്റെ കുട്ടിക്ക് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി ഖുർആനിലൊരു അധ്യായമുണ്ട്. എന്താ മനുഷ്യൻ്റെ പ്രത്യേകത? ലുക്മാനുൽ ഹക്കീം എന്ന് പേരായ മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു ദിവസം ലുക്മാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ലുക്മാനെ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, എന്തേലും തരുമോ? ലുക്മാൻ്റെ അടുത്ത് പൈസ ഇല്ല. ആ സമയത്ത് ലുക്മാൻ പറഞ്ഞു, നീ എന്നെ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോർന്നു. അയാൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ ലുക്മാനെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയിട്ട് വിറ്റു. എന്നിട്ട് മരുന്ന് വാങ്ങി ദീർഘകാലം അടിമയായി താമസിച്ചു. അവസാനം യജമാനന് ജോലി ചെയ്ത് പണമുണ്ടാക്കി കൊടുത്ത് സ്വതന്ത്രനായി പുറത്തു വന്നു സയ്യിദുനാ ലുക്മാൻ. ആ മനുഷ്യൻ തൻ്റെ കുട്ടികൾക്ക് കൊടുത്ത, തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഖുർആനിലൊരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട്. ലുക്മാൻ തൻ്റെ മകനെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ആദ്യം തന്നെ പറയുന്നത് ഷിർക്കിനെ കുറിച്ചാണ്. വലിയ ഒരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ലുക്മാൻ തൻ്റെ മകൻ ആദ്യമായി പഠിപ്പിക്കുന്നത്. നമുക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, വലുതാവുമ്പോൾ നേരെയിക്കോളും. പക്ഷേ ലുക്മാൻ ആദ്യം തന്നെ പറയുന്നത് ഷിർക്കിനെ കുറിച്ചാണ്. ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. കുഞ്ഞിമോനെ, നീ അള്ളാഹുവിനോടൊന്നിനെയും ഷിർക്ക് വെക്കരുതേ എന്നാണ് ലുക്മാൻ റളിയല്ലാഹു അൻഹു ആദ്യമായി തൻ്റെ മകനെ പഠിപ്പിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വലിയ ഒരു കാഴ്ചപ്പാട് നൽകുകയാണ്. ഓരോ കാര്യങ്ങൾ എണ്ണി ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്.
ഓരോന്നും പറയുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ലുക്മാൻ മകനെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. നമുക്കാർക്കാ മക്കളെ ഒന്ന് ഉപദേശിക്കാൻ സമയം കിട്ടിയത്? നമുക്കാർക്കെങ്കിലും മക്കളെ ഒന്ന് അദബിൻ്റെ കാര്യത്തിലെങ്കിലും ഇൽമിൻ്റെ കാര്യത്തിലെങ്കിലും ഉപദേശിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ഇൽമ് നൽകുന്നവനെ അംഗീകരിക്കുന്നതാണ് മനുഷ്യൻ്റെ അടിസ്ഥാന മനസ്സ്. ശ്രദ്ധിക്കുക, സ്കൂളിൽ വന്നിട്ട് മദ്രസയിൽ വന്നിട്ട് ഉസ്താദിനോട് മാഷോട് വാപ്പ പറയും, നിങ്ങൾ എൻ്റെ ചെറുക്കനോടൊന്ന് പെരയിൽ വന്നിട്ട് വായിക്കാൻ വേണ്ടി പറയുണ്ടു, ഞാൻ പറഞ്ഞാൽ തീരെ വായിക്കൂല. വാപ്പ വന്നിട്ട് പറയും ഉസ്താദിനോട്, ഉസ്താദേ മോനോടൊന്ന് പെരയിൽ വന്നാൽ നിസ്കരിക്കാൻ പറയുണ്ടു, ഞാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല. ഉമ്മ വന്നിട്ട് ടീച്ചറോട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉസ്താദിനോട് പറയാണ്, മോളോട് ഇമ്മ പറയണത് കേൾക്കാൻ നിങ്ങളൊന്ന് പറയണട്ടോ. ഉമ്മ പറഞ്ഞത് കേൾക്കണമെന്ന് നിങ്ങൾ പറയണമെന്ന് ഗുരുവിനോട് പറയുന്നു. നല്ലോണം ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതിരിക്കുകയും അധ്യാപകൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയെയാണ് അഭിവാദ്യ മനസ്സ് എന്ന് പറയുന്നത്. അഭിവാദ്യ മനസ്സ് എന്നാണ് അതിന് പറയാം. അതായത് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉണ്ടാവും, പക്ഷേ ഒരു കാര്യവും കഴുത്തിന് കീഴ്പ്പെട്ട് ഇറങ്ങണില്ല എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോവും, അവ്വൽ സഫിലുണ്ടാവും, അൽക്കഫിലോതും, പക്ഷെ ഓൻ്റെ മനസ്സിങ്ങനെ പറയും എന്താ അപ്പം അതുകൊണ്ടൊക്കെ ഒരു കാര്യം എന്ന് പറയുന്ന അവസ്ഥക്കാണ് നഫ്സുസ്സലാം അല്ലെങ്കിൽ അഭിവാദ്യ മനസ്സ് എന്ന് പറയുന്നത്. അഭിവാദ്യ മനസ്സ് എന്നത് ഒരു കുട്ടിക്കുണ്ടാവാൻ കാരണം അന്വേഷണ മനസ്സ് പരാജയപ്പെട്ടാലാണ്. വിവരം പഠിക്കാനുള്ള മനസ്സിനെയാണ് അന്വേഷണ മനസ്സ് എന്ന് പറയുന്നത്. വിവരം പഠിക്കാനുള്ള അന്വേഷണ മനസ്സ് പരാജയപ്പെടുത്തുമ്പോഴാണ് അഭിവാദ്യ മനസ്സിലേക്ക് നീങ്ങുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വിജ്ഞാനം പഠിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് യാതൊന്നും പഠിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അവന് സ്വാഭാവികമായും മാതാപിതാക്കളിൽ നിന്നുള്ള വിജ്ഞാനത്തിൻ്റെ മനസ്സ് നഷ്ടപ്പെടുകയും അവൻ അഭിവാദ്യ മനസ്സ് എല്ലാറ്റിനെയും സല്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളാണ് വാപ്പിയും ഉമ്മയും പറഞ്ഞാൽ കേൾക്കാത്തതും അധ്യാപകൻ പറയുന്നത് കേൾക്കുന്നതും. മനുഷ്യൻ്റെ അടിസ്ഥാന മനസ്സ് വിജ്ഞാനത്തെ അംഗീകരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കേണ്ടത് ഗുരുവല്ല, മാതാപിതാക്കൾ തന്നെയാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. മക്കളെ പഠിപ്പിക്കേണ്ടത് അധ്യാപകരല്ല, മാതാപിതാക്കൾ തന്നെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. മാതാപിതാക്കളിൽ നിന്ന് എന്താണോ പഠിച്ചിട്ടുള്ളത് അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളാണ് കുട്ടികൾ കേടുവരുന്നതിൻ്റെ കാരണമായി മാറുന്നത്. നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് ജന്മനാ കളവ് പറയാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കളവ് പറയാൻ പഠിപ്പിക്കുന്നത് ഉമ്മയാണ്, കക്കാൻ പഠിപ്പിക്കുന്നത് ഉമ്മയാണ്. ഒരു കുട്ടി ആദ്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഉമ്മയെയാണ്. ഒരു കുട്ടി ആദ്യമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഉമ്മയാണ്. ഉപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് 100 റുപ്യ എടുക്കുന്നത് കുട്ടി കണ്ടു. അങ്ങനെ കുട്ടിക്ക് ആവശ്യമുള്ള എന്തോ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പോൾ ഞാൻ പറയും ഉപ്പാൻ്റെ കീശയിൽ നിന്ന് പൈസ എടുത്തതെന്ന് പറയുമ്പോൾ ഉമ്മ വേഗം കൊടുക്കും. ആദ്യമായി ഒരു കുട്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഉമ്മയെയാണ്, വേറെ ആരെയല്ല. അങ്ങനെ എല്ലാം വീട്ടിൽ നിന്നാണ് പഠിക്കണതെന്നർത്ഥം. എല്ലാം വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു കുട്ടി മദ്രസയിൽ വന്നിട്ട് അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള സാധനങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ ആ സാധനങ്ങളുടെ പേര് പ്രയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് ഓൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയോടൊക്കെ 4 കാലും വാലുമുള്ള സാധനത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഓൻ്റെ വീട്ടിൽ മനുഷ്യന്മാരെ ആ പേര് വിളിക്കലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വാപ്പയായിരിക്കും അല്ലെങ്കിൽ ഉമ്മയായിരിക്കും. ഒന്നുകിൽ വാപ്പ ഉമ്മാനായിരിക്കും അല്ലെങ്കിൽ ഉമ്മ വാപ്പാനായിരിക്കും. 4 കാലും വാലുള്ള സാധനത്തിൻ്റെ പേര് പറയുമ്പോൾ ഇത് മനുഷ്യന്മാർക്ക് പറയാൻ പറ്റിയ പേരാണെന്ന് കുട്ടി മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അവൻ വിളിക്കാൻ തുടങ്ങി.
മാതാപിതാക്കളിൽ നിന്നല്ലാതെ കുട്ടികളൊന്നും പഠിക്കുന്നില്ല, മാതാപിതാക്കളിൽ നിന്നു തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ജീവിതക്രമത്തിന് മാറ്റം വരുത്താൻ തയ്യാറാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അദബ് പറയുന്നത്. അദബ് വളരെ പ്രധാനമാണ്. മുറാഅത്തുൽ അദാബി ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം. ഹുക്മുകൾ പരിഗണിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അദബുകൾ പരിഗണിക്കുന്നത്. ഒരു വിഷയത്തിലെ ഹുക്മ് പരിഗണിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയത്തിലെ അദബ് പരിഗണിക്കുന്നതെന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. എന്താ പശ്ചാത്തലം? സയ്യിദുനാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വിഷമായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ഇമാമത്ത് നിന്നിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് അല്പം ആശ്വാസം തോന്നിയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് 2 പ്രമുഖ സ്വഹാബിമാരുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ടിങ്ങനെ നടന്നു വരികയാണ്. പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്ന നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യനബി വരുന്നതിങ്ങനെ കണ്ടപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നു. അപ്പം നബി തങ്ങളിങ്ങനെ കൈകൊണ്ട് ഇശാറത്താക്കി സിദ്ദീഖേ അവിടെ തന്നെ നിൽക്കി. കണ്ടിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിങ്ങനെ ബാക്കിക്കുന്നു. 2ാം പ്രാവശ്യവും കാണിച്ചു, 3ാം പ്രാവശ്യവും കാണിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കിലേക്ക് മാറി. നബി തങ്ങൾ കഴിയും പോലെ വന്നിട്ട് ഇമാമത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ലയോ സിദ്ദീഖ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലല്ലയോ? അതേ നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൽപ്പന, എൻ്റെ ഒരു അമ്രിന് നിങ്ങൾ അനുസരിക്കേണ്ടതല്ലേ? അതേ നബിയെ, നിങ്ങളുടെ അമ്രിനെ ഞാൻ അനുസരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങിയത് സിദ്ദീഖ് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന ഉസ്മാന് ജനിച്ചിട്ടില്ല നബിയേ. ഈ സംഭവത്തിൽ നിന്നാണ് മുറാഅത്തുൽ അദാബി ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം. ജുമഅക്ക് തന്നെയാണെങ്കിലും 1ാം സഫിൽ വാപ്പയുണ്ടെങ്കിൽ 2ാം സഫിൽ ഇരിക്കാൻ പഠിക്കണം. ഇമാമിൻ്റെ വലതുഭാഗം കൂലിയൊക്കെ ഉള്ള തന്നെയാണ്. അദബ് പരിഗണിക്കൽ ഹുക്മ് പരിഗണിക്കുന്നതിൻ്റെ മേലെയാണ്. അദബ് പരിഗണിക്കൽ ഹുക്മ് പരിഗണിക്കുന്നതിൻ്റെ മേലെയാണ്. അതുകൊണ്ട് 2ാം സഫിലാണ് വാപ്പയുള്ളതെങ്കിൽ 3ാം സഫിൽ ഇരിക്കണം എന്ന വിവരം എന്നാണോ നമുക്ക് പഠിക്കുന്നത്, അന്നേ അതിന് അദബുള്ള വിവരം എന്ന് പറയാൻ പറ്റുള്ളൂ. വിവരത്തിൽ ശൈത്താൻ കൂടിയാൽ വിവരം ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടില്ല. ഒരു മനുഷ്യൻ്റെ വിജ്ഞാനത്തിൽ ശൈത്താൻ പിടികൂടിയാലേ അവൻ്റെ വിജ്ഞാനം ന്യായം പറയാൻ വേണ്ടി മാത്രമേ ഉപകാരപ്പെടുള്ളൂ. ശൈത്താനും ആദ്യമായി ചെയ്തത് അതന്നെയായിരുന്നു. ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ എന്ന് ന്യായീകരിച്ചു. വാസ്തവത്തിൽ അത് ശരിയാണ്. മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട് എന്ന വിവരം ശരിയാണ്. അതൊരു വിവരമാണ്, ശരിയുമാണ്. പടച്ചോനോട് പറയേണ്ട വർത്താനല്ല എന്ന് മാത്രം. എല്ലാ ശരികളും എല്ലായിടത്തും പറയാനുള്ള ഒന്നല്ല. കളവ് പറയരുത് എന്നേ ഉള്ളൂ, ശരി പറയണം എന്ന് വാശിയൊന്നുമില്ല. കളവ് പറയാൻ പാടില്ല. എല്ലാ ശരി എല്ലായിടത്തും പോയി പറയാം, എന്നിട്ട് ഞാൻ എന്താ ശരിയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കണ്ടെന്നർത്ഥം. അദബ് ഏറ്റവും പ്രധാനമാണ്. മുറാഅത്തുൽ ആദാബാണ് ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം. ഹുക്മുകൾ പരിഗണിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദബ് പരിഗണിക്കൽ. ഇത് വാപ്പിയും ചെയ്യുന്നുണ്ടെങ്കിലേ കുട്ടികൾക്ക് പടിയുള്ളൂ. വാപ്പ കടന്നു വരുമ്പോൾ ഉമ്മ എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവർക്കും അറിയും. ഉമ്മ എവിടെയെങ്കിലും പോയി വരുമ്പോൾ വാപ്പ എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? അതെവിടെ ഉള്ളത്? വാപ്പാനെ ഉമ്മ എപ്രകാരമാണോ പരിഗണിക്കേണ്ടത് അപ്രകാരം ഉമ്മാനെ വാപ്പിയും പരിഗണിക്കണം.
ബഹുമാനമില്ലാത്ത ഒരു സാധനം ഉപകാരം ചെയ്യൂല. എന്ത് സാധനമാണെങ്കിലും ശരി, ബഹുമാനമല്ലേ ആ സാധനം ഉപകാരം ചെയ്യൂല. യാത്ര കഴിഞ്ഞ് വരുന്നവൻ ഇക്റാമുണ്ട്, ബഹുമാനമുണ്ട്. വാപ്പ എവിടെയെങ്കിലും പോയി മടങ്ങി വരുമ്പോൾ വാപ്പയെ ബഹുമാനിച്ച് ഉമ്മ എഴുന്നേൽക്കണം. എന്നാൽ ഉമ്മ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മയെ ബഹുമാനിച്ച് വാപ്പയും എഴുന്നേൽക്കണം. ഇത് കാണുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് അദബ് എന്താണെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ വല്ല അദബ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ നമുക്ക് അദബ് പഠിപ്പിക്കാൻ പറ്റണില്ല. വല്ലിപ്പാൻ്റെ അടുത്ത് വാപ്പ എങ്ങനെയാണോ പെരുമാറുന്നത് അത് നോക്കിയാണ് പേരക്കുട്ടി പഠിക്കുന്നത്. വല്ലിപ്പ ദണ്ണത്ത് കിടക്കുമ്പോൾ വാപ്പ ചെന്നിട്ട് കട്ടിലുമ്മ ഇരിക്കാതെ അങ്ങനെ നിന്നിട്ട് വിനയത്തോടുകൂടെ സംസാരിക്കുന്നത് കുട്ടി കാണുകയാണെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യും. 4 ദിവസമൊക്കെ വല്ലിപ്പാൻ്റെ പുറത്ത് കയറിയിരുന്ന് നോക്കും. പിന്നെ വാപ്പ എന്താ ചെയ്യുന്നത് തന്നെ നോക്കണത്. ടെലഫോൺ ചെയ്യുന്നതിൽ വരെ കുട്ടികൾ നമ്മളെ അനുകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വല്ലിപ്പയോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് നമ്മളെ കുട്ടികൾ നമ്മളോട് പെരുമാറുക. കുട്ടികളാണ് ഏറ്റവും കൂടുതലായി അനുകരിക്കുന്ന വിഭാഗം. ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് കുട്ടികളാണ്. എന്തെല്ലാം നമ്മളെ കുട്ടികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അനുകരണമാണ്. അനുകരണത്തിൽ അവർ 1-ാം സ്ഥാനം നൽകുന്നത് ഉമ്മാക്കാണ്, 2-ാം സ്ഥാനം നൽകുന്നത് ഉപ്പാക്കാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ഉമ്മയെ അനുകരിക്കില്ല, ചില കാര്യങ്ങളിൽ ഉപ്പയെ അനുകരിക്കില്ല. വാപ്പ എത്ര നന്നായിട്ട് മീൻകറി ഉണ്ടാക്കിയാലും കുട്ടികൾ അങ്ങനെ മീൻകറി ഉണ്ടാക്കില്ല. കാരണം മീൻകറി ഉണ്ടാക്കുന്നതിൽ ഉമ്മയെ മാത്രമേ അനുകരിക്കുള്ളൂ. ഇമ്മ എത്ര നല്ല ബിസിനസ്സുകാരിയായിട്ടും കാര്യമില്ല, കുട്ടികൾ അങ്ങനെ ബിസിനസ് ചെയ്യൂല. കാരണം കച്ചവടത്തിൽ വാപ്പയെ മാത്രമേ അനുകരിക്കുകയുള്ളൂ. ചില കാര്യത്തിൽ വാപ്പയെ മാത്രമേ അനുകരിക്കുള്ളൂ, ചില കാര്യത്തിൽ ഉമ്മയെ മാത്രമേ അനുകരിക്കുകയുള്ളൂ. എന്നാൽ ഒരുപാട് കാര്യങ്ങളിൽ ഉമ്മയെയും വാപ്പയെയും അനുകരിക്കും. അദബിൻ്റെ കാര്യത്തിൽ വാപ്പാനെയും ഉമ്മാനെയും കുട്ടി ഒരേപോലെ അനുകരിക്കും. അദബിൻ്റെ വിഷയത്തിൽ ഒരു കുട്ടിയെ ഏറ്റവും കൂടുതലായി പഠിപ്പിക്കേണ്ടത് അദബ് തന്നെയാണ്. വാക്കുകളിൽ വരെ ഉണ്ടാവും. മദ്രസിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, സ്കൂളിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ കുട്ടി വാപ്പാനോട് പറഞ്ഞു, വാപ്പാ എൻ്റെ സ്കൂളാണത്. ചെറിയ കുട്ടി, 2 വയസ്സുള്ള കുട്ടി, 2-ാം ക്ലാസ്സിലുള്ള കുട്ടി, 7 വയസ്സ്. വാപ്പാ എൻ്റെ സ്കൂളാണത് എന്ന് പറയുമ്പോൾ, മോനെ എൻ്റെ സ്കൂൾ എന്നല്ല ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയേന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. അദബുള്ള പ്രയോഗം എൻ്റെ സ്കൂൾ എന്നതല്ല ഞങ്ങളുടെ സ്കൂൾ എന്നതാണ്. സാമൂഹികമായി കാണാൻ വേണ്ടി പറ്റണം. ഓരോ പ്രയോഗത്തിലും അദബുള്ള പ്രയോഗങ്ങൾ നടത്തണം. ചില വാക്കുകൾ ഒരേ വിഷയത്തിന് ഉപയോഗിക്കുന്ന 2 വാക്ക്, ഒന്ന് അദബുള്ളതും ഒന്ന് അദബില്ലാത്തതാണെങ്കിൽ അദബുള്ള വാക്കേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അദബുള്ള വാക്കാ പ്രയോഗിക്കേണ്ടത്. സംസാരത്തിലും പെരുമാറ്റത്തിലും നടപ്പിരിപ്പ് രീതികളിലുമൊക്കെ ശ്രദ്ധിക്കണം. ഇൽമ് പഠിപ്പിക്കുകയാണ്, അദബ് പരിശീലിപ്പിക്കുകയാണ്. ഇൽമ് പരിശീലിപ്പിക്കാൻ കഴിയില്ല, അദബ് പഠിപ്പിക്കാനും കഴിയില്ല. വിജ്ഞാനത്തെ പരിശീലിപ്പിക്കാൻ കഴിയില്ല, അത് പഠിപ്പിക്കാനേ കഴിയുള്ളൂ. എന്നാൽ അദബിനെ പഠിപ്പിക്കാൻ കഴിയില്ല, അത് പരിശീലിപ്പിക്കാനേ കഴിയുള്ളൂ. പഠിപ്പിക്കലും പരിശീലിപ്പിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് പറഞ്ഞു കൊടുത്താൽ മതി, പരിശീലിപ്പിക്കുക എന്നത് പറഞ്ഞത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. കുട്ടിനോട് ഇങ്ങനെ മോനെ നഖം മുറിക്കണം കേട്ടോ, നഖം മുറിക്കണം കേട്ടോ എന്ന് പറയും. വാപ്പാൻ്റെ നഖം വല്ല ചെയ്ത്താൻ്റെ മാതിരി ഇത്ര നീളമുണ്ട്, വല്ല പിന്നെ വെറ്റില നുള്ളുന്ന ആളെ മാതിരിയാണ്. വെറ്റില നുള്ളുന്നവർക്കൊരു നഖം വേണമെന്നാണ് വാദം. ആയിക്കോട്ടെ, ആവശ്യമുണ്ടെങ്കിലും ഓക്കെ. ടൈലർമാർക്കൊരു നഖം വേണമെന്നാണ് വാദമുള്ളത്. ആയിക്കോട്ടെ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിന് കുഴപ്പമൊന്നുമില്ല. ആവശ്യമില്ലെങ്കിലാണ് ഞാൻ പറയണത്. ഒരാൾക്ക് നഖം വളർത്തലിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഒരാൾ കയ്യുമ്പോൾ എന്തോ കേടുണ്ട്, ഒരു നഖം മുറിക്കാൻ പറ്റണില്ല, അങ്ങനെ പലതും ഉണ്ടാവും. ചെയ്ത് കാണിക്കണം അദബ്. പ്രായോഗികമല്ലാത്ത തത്വങ്ങൾ പരിഹാസമാണ്. പ്രായോഗികമല്ലാത്ത തത്വങ്ങൾ പരിഹാസമാണ്. ഒരു സംഗതി, ഒരു തത്വമുണ്ട്, പക്ഷെ പ്രയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കളിയാക്കുക എന്നാണ് അതിൻ്റെ പേര്.
നമ്മളെ കുട്ടിയോട് വലിയ വലിയ തത്വങ്ങളൊക്കെ പറയും, മോനെ സത്യം മാത്രമേ പറയാവൂ. അപ്പം മുമ്പ് ഒരു ഫോൺ എടുത്തിട്ട് നുണ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇതാ ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട് എന്ന് ഈ പറഞ്ഞോടത്തേ. അത് കുട്ടി ഇതൊക്കെ കണ്ടിട്ട് പഠിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും ഇവിടെ ഉണ്ട് എന്നാണ് പറയേണ്ടതെന്ന് കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എവിടെയാണെങ്കിലും വാപ്പ വിളിക്കുമ്പോഴും അതന്നെ പറയും, എവിടെ മോനെ? ഇവിടെ ഉണ്ട്. എവിടെ? ആ പറഞ്ഞോടത്തുണ്ട്. ഓനതിൻ്റെ ന്യായമൊക്കെ വേഗത്തിന് മനസ്സിലാകുന്നുണ്ട്. കളവ് പറയാനും കളവ് ചെയ്യാനും എല്ലാം നമ്മൾ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കണ്ടതും കേട്ടതുമൊക്കെ പറയുക എന്നത് വലിയൊരു കദ്ദാബിൻ്റെ ലക്ഷണമാണ്. അത് വീട്ടിൽ പോയി പറയൽ കുട്ടികളും കൂടിയും കള്ളന്മാരാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല. ഒരു മനുഷ്യൻ കണ്ടതും കേട്ടതുമൊക്കെ പറഞ്ഞാൽ അവൻ്റെ പേര് കള്ളന്മാരുടെ ലിസ്റ്റിൽ എഴുതുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെവിടെ പറഞ്ഞാൽ? നാട്ടിൽ പോയി പറഞ്ഞാൽ. ആ കണ്ടതും കേട്ടതും തെളിവില്ലാത്തതും ഉറപ്പില്ലാത്തതുമായ കാര്യങ്ങളെ കൂടിയും പെരേ പോയി പറഞ്ഞാൽ കുട്ടികളെ കൂടി ആ ശീലം പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ട് ശരിയായിരുന്നില്ല എന്ന് മനസ്സിലായത്. അപ്പോഴേക്കും നമ്മളൊരു 100 പ്രാവശ്യമെങ്കിലും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഈ അഹമ്മദ് സാഹിബൊക്കെ എത്ര തവണ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മളൊക്കെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാർ വാട്സപ്പിൽ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഫാത്തിഹ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ വാട്സപ്പിലുള്ള വാട്സപ്പിൽ ഫാത്തിഹ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചങ്ങായിമാരെ ഉറപ്പില്ലാത്ത കാര്യത്തിന് എന്താ ഫാത്തിഹ ഓതുന്നത് ചോദിച്ചപ്പോൾ വലിയ ഉസ്താദുമാരൊക്കെ ഉള്ള മറ്റേ ഗ്രൂപ്പിൽ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ മറ്റേ ഗ്രൂപ്പിൽ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മളെ വലിയ തെളിവ്. ഇങ്ങനെ തെളിവില്ലാത്തതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പറയണ്ട എന്നുള്ള മസലല്ല ഇവിടെ ചർച്ച. കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത് അവരെ കള്ളന്മാരാക്കാനുള്ള പരിപാടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെഷൻ ക്ലോസ് ചെയ്യുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു വാക്ക് ഇതാണ്: വിവരം പഠിപ്പിക്കാം, എന്നാൽ അദബ് പഠിപ്പിക്കാൻ കഴിയുന്നതല്ല, അത് പരിശീലിപ്പിക്കാൻ കഴിയുന്നതാണ്. അദബ് പരിശീലിപ്പിക്കുകയും വിവരം